സെൽഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ബിഗ് തിയറി. വലിയ ഈ സിലബസ് നമ്മൾ പഠിക്കണത് എക്സാമിന് വേണ്ടിയായിരിക്കും. ഇത് നൈസായിട്ട് ആ ഒരു ടോപ്പിക്കിലേക്ക് ജമ്പ് ആവും. ഹലോ, മൈ സെൽഫ് റാസി വൽക്കര ഹിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് സെൽഫ് ലേണിംഗ് ആണ്. ഒരു മാസത്തിന് മുമ്പ് ഞാൻ സെൽഫ് ലേണിങ്ങിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ പലരും പറഞ്ഞാണ് ഇതിനെക്കുറിച്ചൊരു കണ്ടൻറ്റ് ചെയ്യണമെന്ന്. സെൽഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ബിഗ് തിയറി. വലിയൊരു സംഭവമൊന്നുമല്ല. അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കുക, അത്രേ ഉള്ളൂ. സെൽഫ് ലേണിംഗ് എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുക കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കറൻ്റ്ലി ഇപ്പോൾ നമ്മളൊരു കോളേജിൽ പോവാണ് അല്ലെങ്കിൽ സ്കൂളിൽ പോവാണ്, ഈ സിലബസ് നമ്മൾ പഠിക്കണത് എക്സാമിന് വേണ്ടിയായിരിക്കും, അല്ലാതെ നമ്മൾ ഫ്യൂച്ചറിലേക്ക് കാര്യങ്ങൾക്കൊന്നുമല്ല. അതുമാത്രമല്ല, ആ ഒരു സിലബസ് അല്ലായിരിക്കും ചിലപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ IT ഫീൽഡ് ആണെങ്കിൽ മെയിനായിട്ട് എല്ലാ ഫീൽഡിലും സെയിം തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഇത് പഠിക്കാനായിട്ടാണ് നമ്മൾ സെൽഫായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ പുതിയൊരു കാര്യം പഠിക്കുക. ഇതിനാണ് സെൽഫ് ലേണിംഗ്. ഇപ്പോൾ ഈ സെൽഫ് ലേണിംഗ് ചെയ്യുക എല്ലാവർക്കും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ ആദ്യത്തെ 2 ദിവസമൊക്കെ ഓക്കെ ആയിരിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഒരു സംഭവം ഉള്ളതേ ഇവർ ഓർക്കില്ല. ഞാൻ പറഞ്ഞുതരാം. സെൽഫ് ലേണിംഗ് ചെയ്യാൻ പറ്റിയൊരു ഫ്രെയിം വർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്നെ ഫസ്റ്റ് ടോപ്പിക്ക് കണ്ടുപിടിക്കുക. സെക്കൻഡായിട്ട് എല്ലാവരും ഡിസ്ട്രാക്റ്റായി പോകുന്നൊരു കാര്യമാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡെഡ് ലൈനോ ഷെഡ്യൂളോ ഇല്ല. അപ്പോൾ സെക്കൻഡായിട്ട് ഷെഡ്യൂളിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഡെയിലി ഇത്ര മണിക്കൂർ ഇന്ന ടൈമിൽ ഞാൻ എന്ത് ചെയ്യും, പഠിക്കാൻ ആയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യും. ആ ടൈമിലേക്ക് വേറെ ഒന്നിനും പോകില്ല. ഇനിയിപ്പോൾ പോകണമെങ്കിൽ തന്നെ അതിന് മുമ്പോ ശേഷമോ ആയിട്ട് ഞാൻ എന്ത് ചെയ്യും, അത് കംപ്ലീറ്റ് ചെയ്യും. അതുമാത്രമല്ല, ഡെഡ് ലൈൻ വേണം. ഇന്ന ഡേറ്റിന് ഞാൻ ഈ സാധനം പഠിച്ച് തീർക്കണം എന്നൊരു ദൃഢ നിശ്ചയം വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ സെൽഫ് ലേണിങ്ങിൻ്റെ നമുക്ക് ഏകദേശം 3/4 ഭാഗം ഒക്കെയാണ്. ബാക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റാണ്. നമ്മൾ മൈൻഡ് സെറ്റ് വെക്കണം, ഈ സാധനം എനിക്ക് പഠിച്ചെടുക്കണം. പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്, പഠിച്ചു തുടങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ടോപ്പിൽ കൂടെ റെഫർ ചെയ്യും, അല്ലെങ്കിൽ ഇതിന് വേണ്ടി റിസോഴ്സസ് ഫസ്റ്റായിട്ട് കണ്ടുപിടിക്കണം. അല്ലാണ്ട് പഠിച്ചു തുടങ്ങിയിട്ട് റിസോഴ്സ് കണ്ടുപിടിക്കാൻ നിൽക്കരുത്. കാരണം ഈ പഠിച്ചു തുടങ്ങിയിട്ട് റിസോഴ്സ് കണ്ടുപിടിക്കാൻ നടക്കുന്ന ടൈമിലായിരിക്കും ചിലപ്പോൾ നമ്മൾ വേറൊരു ടോപ്പിക്ക് കാണാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ടോപ്പിക്കിൽ നിന്ന് നൈസായിട്ട് ആ ഒരു ടോപ്പിക്കിലേക്ക് ജമ്പ് ആവും. ഇത് എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയണതാണ്. ഏകദേശം ലാസ്റ്റ് ഒരു 6 മന്ത്സിൽ 23 വെബ് പ്രൊജക്ട്സ് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. വെബ് പ്രൊജക്ട്സ് എന്ന് പറഞ്ഞാൽ ന്യൂ പ്രൊജക്റ്റ് ഒന്നല്ല, ഓൾറെഡി ഉള്ളത് തന്നെയാണ്. നമ്മുടെ ഇതിലായിട്ട് പോർട്ട്ഫോളിയോ കൊണ്ട് റീബിൽഡ് ചെയ്യാം. അപ്പോൾ ഇത് ഡ്രോപ്പ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുതിയൊരു പ്രൊജക്റ്റ് ആണുമ്പോൾ ഇത് വേണ്ട, അത് ചെയ്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും, അങ്ങനെ അതിൽ കയറും. അതിൽ ചെല്ലുമ്പോൾ അതും ഡ്രോപ്പ് ചെയ്യും. പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ ഒരു ഡിഗ്രി ഫസ്റ്റ് സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വെബ് ഡെവലപ്മെൻറ്റ് പഠിക്കാൻ വേണ്ടി കോളേജിൽ നിന്നല്ല, ഞാൻ സ്വന്തമായിട്ട് വെബ് ഡെവലപ്മെൻറ്റ് പഠിക്കാൻ വേണ്ടി റിസോഴ്സും കാര്യങ്ങളും പ്ലേലിസ്റ്റൊക്കെ എടുത്ത് വെച്ച് 1 വീക്ക് 6:30 to 9:30 ഷെഡ്യൂൾ ചെയ്ത് 9:30 ആയി കിടന്നുറങ്ങുക. രാവിലെ ഒരു 4:30 ആകുമ്പോൾ എണീക്കുക, നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ 6:30ക്ക് പഠിക്കാതിരിക്കുക. അങ്ങനെ ഒരു 1 വീക്ക് ഇരുന്ന് ഞാൻ മേൺ സ്റ്റാക്ക് കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ ഇതേപോലെ, കാരണം എനിക്ക് അന്നൊരു ഡെഡ് ലൈൻ ഉണ്ട്. ഹോസ്റ്റൽ ഒരു 1 വീക്ക് ലീവായിരുന്നു, ഞാൻ ഹോസ്റ്റലുണ്ടായി. ഈ 1 വീക്ക് കൊണ്ട് ഇത് തീർക്കുക എന്നതായിരുന്നു എൻ്റെ ഷെഡ്യൂൾ ആൻഡ് ഡെഡ് ലൈൻ വെച്ചിട്ടുണ്ടായ. ആ 1 വീക്ക് കൊണ്ട് ഞാൻ അത് കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ സെൽഫ് ലേണിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കണവർ എത്രയും നമ്മൾ ഒരിക്കലും പിറ്റുന്നത് കാത്തു നിൽക്കാൻ പാടില്ല. എന്ത് ചെയ്യണമെങ്കിലും കുറേ പേര് പറഞ്ഞൊരു ഇഷ്യൂ ആണ് ഡിസ്ട്രാക്ഷൻ. പിന്നെ എനിക്ക് തോന്നിയൊരു ഡിസ്ട്രാക്ഷൻ എല്ലാവർക്കും തോന്നുന്നുണ്ടാവും, മൊബൈൽ നോട്ടിഫിക്കേഷൻ ഒരു വലിയൊരു ഡിസ്ട്രാക്ഷനാണ്. കാരണം നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ എടുക്കും, നോക്കും. മെയിലിൽ ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകും, അതിനൊരു അവസാനം ഉണ്ടാവില്ല. ഒരു ഹ്യൂമൻ്റെ ഫോക്കസ് ഓരോ 47 സെക്കൻഡിലും ലോസ് ആയിക്കൊണ്ടിരിക്കും. നമ്മളപ്പോൾ റീറ്റെയിൻ ചെയ്യാൻ മാക്സിമം നോക്കണം. ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കയറി നമ്മൾ എന്തായാലും ഒരു അരമണിക്കൂർ കഴിയാണ്ട് തിരിച്ചിറങ്ങൂല. കാരണം ഫോക്കസ് വൺസ് പോയിട്ടുണ്ടെങ്കിൽ 23 മിനിറ്റ്സും 15 സെക്കൻഡ്സും എടുക്കും അത് റീറ്റെയിൻ ചെയ്ത് കിട്ടാൻ വേണ്ടി. അപ്പോൾ സെൽഫ് ലേണിങ്ങിനെ കുറിച്ച് ഇനിയും കൂടുതൽ എന്തെങ്കിലും വേണോ, അല്ലെങ്കിൽ എങ്ങനെ റിസോഴ്സ് ഫൈൻഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ബൈ, സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സൈനിങ് ഓഫ്.